ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ 2025 ഓണവും നമ്മുടെയൊക്കെ വീട്ടിൽ കടന്നുപോയി. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ശംഖുമുഖത്ത് പോയതാണ് എല്ലാവരും കൂടി. അമ്മയുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പോയപ്പോൾ ഫസ്റ്റ് ഞങ്ങളെ കണ്ണിലുടക്കിയ മരണക്കിണർ തന്നെയാണ്. ജോർദാൻ്റെ ഫസ്റ്റ് ടൈമാണ് ജോർദാൻ മരണക്കിണറിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അവന് പേടിക്കുമോ എന്നൊക്കെ. പക്ഷെ അവൻ പ്രശ്നമില്ലാതെയൊക്കെ നിന്നു. വലിയൊരു സംഭവം തന്നെയാണത്. ഇത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഇത് ഷോ തുടങ്ങി എല്ലാം അവസാനിക്കുന്നതുവരെ മനസ്സിലൊരു പിടച്ചിൽ എന്നെന്ന് പറയാം. ഈ നമ്മൾ ഈ സൈഡിൽ കാണാൻ നിൽക്കുന്നവരൊക്കെ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അവർ വാങ്ങിക്കാൻ വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് തോന്നും. കാര്യം അവർ ശ്രദ്ധയെങ്ങണം നമുക്ക് എല്ലാം അറിയാം, അവർക്ക് ഇത്രയും വർഷത്തെ പ്രാക്ടീസ് ഉള്ളതാണെന്നറിയാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ഷോ തന്നെയാണ് മരണക്കിണറെന്ന് പറയുന്ന ഒരു എഫേർട്ടും കിടിലം. അപ്പോൾ ജോർദാൻ അവരെ കണ്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ പറ്റുള്ളൂ എന്നവന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനത്തെ ഒരു ലേഡി അവർ സൂപ്പറായിരുന്നു. കാറിനകത്തുള്ള ഷോയ്ക്കകത്തവരുണ്ടായിരുന്നു. അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോർദാൻ വന്നിരിക്കുകയാണ്. ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തവന് ഭയങ്കര സന്തോഷമായി ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓണക്കാലം ആയാൽ ശംഖുമുഖത്തും നമ്മളെ കനകക്കുന്നിലും മ്യൂസിയത്തൊക്കെയാണ് ഓണാഘോഷങ്ങൾ പൊടി പൊടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ശംഖുമുഖത്താണ് പോയത്. ശംഖുമുഖത്ത് ആൾ കണ്ടല്ലോ, നിറച്ചാണ് ആൾ. ശംഖുമുഖത്ത് നിന്ന് നമ്മൾ നേരെ കനകക്കുന്നിലാണ് വന്നത്. കനകക്കുന്നിൽ ലൈറ്റ് കണ്ട് അവിടെ നിന്ന് ഇറങ്ങാതെ പോകാൻ ആർക്കും പറ്റത്തില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് ഓണാഘോഷത്തിന് കനകക്കുന്ന് അലങ്കരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഹായ് എങ്കിലും കാണിക്കടേ. കൈകൊണ്ട് ഹായ്. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ നമുക്കൊരു നൂലുകെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭാവിക്ക് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ജോർദാനും ഡ്രസ്സല്ല, കളിപ്പാട്ടത്തിൻ്റെ സൈഡിലോട്ടാണ് കണ്ണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ ആശാൻ അവിടെ അത്രയും കറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് കൊച്ചിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്